നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ബൈബിളിന്റെ ഉത്തരം എന്ന പുസ്തകത്തിൽ നിന്ന് ഇന്ന് പരാമർശിക്കുന്നത് മതം, ബൈബിൾ എന്നീ വിഷയങ്ങളാണ്. പ്രാരംഭമായിട്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്ന അധ്യായത്തിൽ നിന്നുള്ള സംശയങ്ങളാണ് പരാമർശിക്കുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നത് ശരിയാണോ? മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് കൈപിടിച്ചാനയിക്കുവാൻ ഏതെങ്കിലും മതത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല, മനുഷ്യന് വേണ്ട മൃതസഞ്ജീവനിയാണ്, അമൃതാണ്. മയങ്ങിക്കിടന്നിരുന്ന മനുഷ്യന്റെ മയക്കം മാറ്റുവാൻ അതിനെ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആളുകളെ സാക്ഷരരാക്കുവാനും ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി രോഗികളെ ശുശ്രൂഷിക്കുവാനും അനാഥരെയും ആലംബരെയും സംരക്ഷിക്കുവാൻ സാധു ജനപരിപാലനം നടത്തുവാനും മതത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വിസ്മരിക്കാവതല്ല. അതുകൊണ്ട് മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്നുള്ള നിർവചനം എല്ലാ മതത്തിനും യോജിച്ചതല്ല. കാണാത്ത ദൈവത്തെ വിശ്വസിക്കുന്ന മതവിശ്വാസികൾ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നവരാണെന്ന് പറയുമോ? കാണുന്നതേ വിശ്വസിക്കൂ എന്ന് പറയുന്ന യുക്തിവാദികളല്ലേ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നവർ? കൃത്യമായി സമയം അറിയുവാൻ ജ്യോതിശാസ്ത്രജ്ഞന്മാർ സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ നിലയെയാണ് ആശ്രയിക്കാറുള്ളത്. മനുഷ്യനിർമ്മിതമായ ഏത് ഘടികാരത്തിനും നിസ്സാരമായിട്ടെങ്കിലും സമയഭേദമുണ്ടാകും. എന്നാൽ വാനഗോളങ്ങളുടെ നില സമയക്ലിപ്തത തെറ്റിക്കാറില്ല. ലോകത്തിലെ സകല വാച്ചുകൾക്കും ക്ലോക്കുകൾക്കും നിർമ്മാതാക്കളുണ്ടെന്ന് പറയുന്നവരിൽ പലരും സൂര്യചന്ദ്ര നക്ഷത്രാദികൾ കൂർമ്മബുദ്ധിയുള്ള നിർമ്മാതാവായ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കുവാൻ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കാറില്ല. എന്നാൽ യഥാർത്ഥ ദൈവവിശ്വാസികൾ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നു. സൃഷ്ടിയേക്കാൾ സൃഷ്ടാവ് ശ്രേഷ്ഠനായിരിക്കണം. സൃഷ്ടി സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടതും. മനുഷ്യൻ പലതും നിർമ്മിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം പ്രവർത്തിക്കുവാൻ മനുഷ്യ സഹായം വേണം. മനുഷ്യ ബുദ്ധിയേക്കാൾ കുറഞ്ഞ ബുദ്ധിക്ക് മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ കഴിയുകയില്ല. മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള സൃഷ്ടാവായ ദൈവത്തിനു മാത്രമേ ഇത്ര ബുദ്ധിയുള്ള മനുഷ്യനെ രൂപപ്പെടുത്താനാവൂ. അതുകൊണ്ടാണ് ദൈവവിശ്വാസികൾ മനുഷ്യൻ ഏകകോശ ജീവിയിൽ നിന്നോ കുരങ്ങിൽ നിന്നോ പരിണമിച്ചുണ്ടായി എന്ന് വിശ്വസിക്കാത്തത്. എന്നാൽ യുക്തി ഉപയോഗിക്കാത്ത പരിണാമവാദികൾ മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണെന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവവിശ്വാസികളല്ല യുക്തി ഉപയോഗിക്കാത്തവർ. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ ധൈര്യമില്ലാത്ത ഭീരുക്കളല്ലേ ദൈവവിശ്വാസം എന്ന അന്ധവിശ്വാസത്തിൽ ആശ്രയിക്കുന്നത്? അല്ല, ദൈവവിശ്വാസികൾ ധീരന്മാരാണെന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. അനേക രാജ്യങ്ങൾക്കും ജനതകൾക്കും സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ധീരന്മാർ ദൈവവിശ്വാസികളായിരുന്നു. സാഹസികങ്ങളായ ശാസ്ത്രീയ പര്യവേക്ഷണങ്ങളിലൂടെ മനുഷ്യരാശിക്ക് വലിയ കണ്ടുപിടുത്തങ്ങൾ സമ്മാനിച്ച ശാസ്ത്രജ്ഞന്മാരിലധികവും ദൈവവിശ്വാസികളായിരുന്നു. ചന്ദ്രനെ കീഴടക്കിയവരും ശൂന്യാകാശ പര്യവേക്ഷണത്തിൽ ഏർപ്പെട്ടിരുന്നവരുമായ സാഹസികരായ ശാസ്ത്രജ്ഞന്മാരിൽ ധാരാളം ദൈവവിശ്വാസികളുമുണ്ട്. ഭീരുക്കളുടെ ആശ്രയ കേന്ദ്രമാണ് ദൈവവിശ്വാസം എന്നുള്ളത് ശരിയല്ല. എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമാണ്. ശാസ്ത്രം വളരും തോറും എങ്ങനെയാണ് ബൈബിൾ സത്യമാണെന്ന് തെളിയിക്കപ്പെടുന്നത്? ആറ്റം വിഭജിക്കപ്പെടും അഥവാ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്ന് ബൈബിളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ വാക്യം സത്യമാണെന്ന് ലോകം ഗ്രഹിക്കുവാൻ 19 നൂറ്റാണ്ടുകൾ വേണ്ടിവന്നു. ഭൂമി ഗോളമാണെന്ന് ബൈബിൾ പറയുന്നു. ആ സത്യം ശാസ്ത്രം ഗ്രഹിച്ചിട്ട് നാളുകളേറെ ആയിട്ടില്ല. മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ബൈബിളിലേത് രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. ആധുനിക നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ പഠനവും പുരാവസ്തു ഗവേഷകന്മാരുടെ പഠനവും ശാസ്ത്രജ്ഞന്മാരുടെ പഠനവും എല്ലാം ബൈബിൾ എത്രയും സത്യമാണെന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് ശാസ്ത്രം വളരും തോറും ബൈബിൾ സത്യമാണെന്ന് കൂടുതൽ തെളിയിക്കപ്പെടും. ബൈബിളിലെ ദൈവമാണ് സത്യദൈവമെന്നും ബൈബിളിലെ പ്രമാണങ്ങളായിരിക്കണം മനുഷ്യന് പ്രമാണങ്ങളായിരിക്കേണ്ടതെന്നും പറയുന്നത് യുക്തിയുണ്ടോ? ഉണ്ട്. ദൈവം അരുളി ചെയ്യുന്നു എന്നുള്ള പ്രയോഗങ്ങളാണ് ബൈബിളിൽ ഉടനീളം കാണുന്നത്. അതുകൊണ്ട് തന്നെ ബൈബിൾ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണകളല്ല എന്നും മറിച്ച് ദൈവത്തിന്റെ അരുളപ്പാടുകളാണെന്നും മനസ്സിലാക്കാം. ബൈബിളിലെ സാൻമാർഗിക തത്വങ്ങളും ദൈവിക ഗുണലക്ഷണങ്ങളും മനുഷ്യ തത്വങ്ങളെയും മാനുഷ ഗുണലക്ഷണങ്ങളെയും കാൾ സമുന്നതമാണ്, അമാനുഷികവും ദിവ്യവുമാണ്.
ബൈബിളിലെ ദൈവമാണ് സത്യദൈവമെന്നും ബൈബിളാണ് മനുഷ്യന്റെ വിശ്വാസത്തിന് ആധാരമായിരിക്കേണ്ടതെന്നും യുക്തിപൂർവ്വം വിശ്വസിക്കുവാൻ ഇവ ധാരാളം മതി. ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവം ദുഷ്ടന്മാരെ ശിക്ഷിച്ച കാര്യങ്ങളും തന്റെ ഭക്തന്മാരെ അത്ഭുതകരമായി വിടുവിച്ച കാര്യങ്ങളും ബൈബിളിൽ കാണാം. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും അതിന് സത്യസന്ധതയുണ്ട്. സൃഷ്ടാവും രക്ഷിതാവും നീതിമാനും സ്നേഹവാനുമായ ദൈവം മനുഷ്യനായി അവതരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നൂറുകണക്കിന് പ്രവചനങ്ങൾ ബൈബിളിലെ പഴയ നിയമ ഭാഗമായ 39 പുസ്തകങ്ങളിലുണ്ടായിരുന്നു. അവയുടെ നിവൃത്തിക്കായി ഭൂമിയിൽ അവതരിച്ച ദൈവമത്രേ ക്രിസ്തു. പ്രവചന നിവർത്തിക്കായി കൃത്യമായ സ്ഥലത്ത് കന്യകയിൽ നിന്ന് പുരുഷബന്ധം കൂടാതെയുള്ള നിസ്തുല്യമായ ജനനം കൊണ്ടും സ്നേഹവും നീതിയും ശക്തിയും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം കൊണ്ടും നിസ്തുല്യമായ മരണ പുനരുത്ഥാന സ്വർഗാരോഹണം കൊണ്ടും ക്രിസ്തുവിന്റെ ദൈവത്വം സ്ഫടികസ്ഫുടമായി വ്യക്തമാക്കപ്പെട്ടു. ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിത പരിവർത്തനം സംഭവിച്ച ലക്ഷോപലക്ഷങ്ങൾ ബൈബിളിലെ ദൈവമായ ക്രിസ്തുവാണ് സത്യദൈവം എന്നുള്ളതിന്റെ യുക്തിപൂർവമായ തെളിവ് നൽകുന്നതാണ്. ബൈബിളിലെ ദൈവമായ ക്രിസ്തു മരിച്ചു എന്നുള്ളത് എങ്ങനെ യുക്തിക്ക് ചേരും? അതും യുക്തിക്ക് ചേരുന്നതാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചതിനാൽ മരിക്കുവാൻ കഴിഞ്ഞു. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തുവിന്റെ മരണത്തെ വിലയുള്ളതാക്കി തീർക്കുന്നു. രണ്ടാമത്, ക്രിസ്തു മരിക്കണം എന്നുള്ളത് ദൈവനീതിയുടെ നിവൃത്തിക്കും ബൈബിളിലെ പ്രവചനങ്ങളുടെ നിവൃത്തിക്കും ആവശ്യമായിരുന്നു. പാപികളായ മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷിക്കുവാനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. മനുഷ്യനെ രക്ഷിക്കുവാൻ പ്രതിപകരമായി മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ ക്രിസ്തു ഏറ്റെടുത്തതാണ് ക്രിസ്തുവിന്റെ മരണം. ഇനി ആരും പാപനിമിത്തം ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ ദൈവം ക്രിസ്തുവിലൂടെ മാർഗമൊരുക്കി. ആ പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വസിക്കുന്നവർക്കും പാപമോചനവും ശിക്ഷാവിമുക്തിയും അനുഭവവേദ്യമാകും. ഈ വിഷയം സംബന്ധിച്ച് അല്പം ചില വിശദീകരണങ്ങൾ കൂടെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്, മനുഷ്യന്റെ മനംമാറ്റം എന്ന വിഷയം. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് അവനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവൻ നമുക്ക് പാപമോചനം നൽകുന്നു. ഈ പാപമോചന ഫലം നമ്മുടെ ബാഹ്യ ആഭ്യന്തര ജീവിതത്തിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു. പാപമോചനം ലഭിച്ചിരിക്കുന്നുവെന്ന് അന്ധക്കരണ സാക്ഷ്യം ഉണ്ടാകുന്നു. റോമർ 8:16. 2, നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു മാറ്റം ഉണ്ടാകുന്നു. 1 കൊരിന്ത്യർ 5:17. ഈ മാറ്റം പ്രത്യക്ഷമാണ്. ഇത് മതം മാറ്റമല്ല, മനം മാറ്റവും പാപങ്ങളിലും തെറ്റുകളിലും നിന്നുള്ള മാറ്റവുമാണ്. പവിത്ര ജീവിതത്തിനുള്ള ഉദ്ബോധനം ഇത് മുഖാന്തരം ലഭിക്കുന്നു. 1 യോഹന്നാൻ 2:27, യോഹന്നാൻ 16:13. കൂടാതെ രക്ഷ അഥവാ നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു. റോമർ 8:16, 1 യോഹന്നാൻ 5:13, 3:14, റോമർ 10:9-10 എന്നീ വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തുവിനെ ഒരു മതസ്ഥാപകനോ മറ്റോ ആയി കാണുവാനുള്ള ശ്രമം അവനെ അറിയാതിരിക്കുവാനുള്ള ശ്രമമാണ്. ഒരു മതസ്ഥാപകനോ രാഷ്ട്രസ്ഥാപകനോ തത്വചിന്തകനോ അല്ലാത്ത യേശുക്രിസ്തു, ഒരു സത്യാന്വേഷകനോ തീർത്ഥാടകനോ അല്ലാത്ത യേശുക്രിസ്തു, മതത്തിന്റെ പ്രതീക്ഷയായ രക്ഷകനും തത്വചിന്ത തേടുന്ന ജ്ഞാനവും സത്യാന്വേഷകനെ തൃപ്തിപ്പെടുത്തുന്ന സത്യവും തീർത്ഥാടകന് പുണ്യം നൽകുന്ന പുണ്യതീർത്ഥവുമായ യേശുക്രിസ്തു, മനുഷ്യവർഗത്തിനും ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ജഡം ധരിച്ചു വന്ന ദൈവവും മനുഷ്യരെ പാപപരിഹാരം നൽകി രക്ഷിക്കുന്ന രക്ഷകനും ആകുന്നുവെന്ന് ബൈബിൾ തറപ്പിച്ച് പറയുന്നു. അടുത്തതായി, ബൈബിൾ ദൈവവചനമോ എന്ന വിഷയം സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. ബൈബിളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടി വിവരം സത്യമാണെന്നുള്ളതിന്റെ ബാഹ്യ തെളിവുകൾ വല്ലതുമുണ്ടോ? ബൈബിളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യവും കെട്ടുകഥയല്ലെന്ന് തെളിയിക്കത്തക്ക പുരാവസ്തു ഗവേഷണ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ബൈബിളിലെ സൃഷ്ടി വിവരത്തോട് യോജിക്കുന്ന വിശ്വാസമായിരുന്നു BC 4000-ഓടടുത്ത് ജീവിച്ചിരുന്ന സുമേറിയരുടെ വിശ്വാസമെന്ന് പുരാവസ്തു ഗവേഷണം തെളിയിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ആദ്യത്തെ സംസ്കാരം സുമേറിയൻ സംസ്കാരമായിരുന്നുവല്ലോ. BC 700-നോടടുത്ത് ജീവിച്ചിരുന്ന ഹമ്മൂറാബിയുടെ കാലത്ത് എഴുതപ്പെട്ട സൃഷ്ടി വൃത്താന്തമാണ് ബാബിലോണ്യരുടെ വിശ്വാസമായിരുന്നത്. 7 കളിമൺ പലകകളിൽ 1000 വരികളിലായി രേഖപ്പെടുത്തിയിരുന്ന സൃഷ്ടി വൃത്താന്തം 7 ദിവസത്തെ സൃഷ്ടികർമ്മ വിശദീകരണത്തോട് സമാന്തരമാണ്. ബാബിലോണ്യ വിശ്വാസം ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതവും കെട്ടുകഥകൾ നിറഞ്ഞതുമാണ്.
വിവിധ ജനവിഭാഗങ്ങൾക്ക് വിവിധ നിലയിലുള്ള വെളിപ്പാടുകൾ ദൈവം നൽകിയതല്ല, മറിച്ച് ആദിമകാലത്ത് ജനം ഒരു കൂട്ടം മാത്രമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അടിസ്ഥാന വിശ്വാസത്തോട് കെട്ടുകഥകൾ കൂട്ടിച്ചേർത്ത് ഓരോ മതവിശ്വാസങ്ങൾ, ഓരോ ജനപദങ്ങൾ ക്രോഡീകരിച്ച് കാലങ്ങൾ കൊണ്ട് അവയ്ക്ക് രൂപഭേദങ്ങൾ വന്നു. മിക്കവാറും എല്ലാവരും ബൈബിളിലെ സൃഷ്ടി വൃത്താന്തത്തിന് സമാന്തരമായ വിശ്വാസം പുലർത്തുന്നതുകൊണ്ട് ബൈബിളാണ് മൂല്യമെന്ന് സമർത്ഥിക്കാം. മറ്റേതൊരു കാലത്തെക്കാളും വായനാശീലം വളർന്നിട്ടുള്ള ഈ കാലത്ത് അശ്ലീല സാഹിത്യങ്ങളും പൈങ്കിളി സാഹിത്യങ്ങളും വളരെ പെരുകുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന സാഹിത്യം ഏതാണ്? സമൂഹത്തെ ദോഷത്തിലേക്ക് തിരിപ്പിക്കുന്ന സാഹിത്യങ്ങൾ പെരുകുന്നുണ്ടെങ്കിലും ബൈബിൾ തന്നെയാണ് ഏറ്റവും വിറ്റഴിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതും. ബൈബിളും അതിനോട് ബന്ധപ്പെട്ട സാഹിത്യമാണ് കൂടുതൽ പ്രചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ ബൈബിൾ വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്? ലോകത്തിലെ എല്ലാ തരത്തിലുംപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾക്കും ബൈബിൾ പരിഹാരി ആയതുകൊണ്ടാണ് ഇത്രയേറെ വായനക്കാർ ബൈബിളിനുണ്ടായത്. ഒരു ലോക വീക്ഷണമാണ് ബൈബിളിനുള്ളത്. ബൈബിൾ ആർക്കും വായിക്കുവാൻ തക്കവണ്ണം ലളിതമാണത്. 2000-ലധികം ഭാഷകളിൽ ബൈബിൾ ലഭ്യവുമാണ്. ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതിയവർ അവരുടെ ആശയങ്ങളല്ല എഴുതിയത് എന്നുള്ളതിന് എന്താണ് തെളിവ്? ദൈവം അരുളി ചെയ്യുന്നതാണ് ബൈബിളിലെ എല്ലാ പുസ്തകത്തിലെയും പ്രതിപാദ്യം. എനിക്ക് തോന്നുന്നതെന്നോ എൻ്റെ അഭിപ്രായമെന്നോ അല്ല ദൈവം അരുളി ചെയ്യുന്നത് എന്നാണ് എഴുത്തുകാർ എഴുതിയത്. മനുഷ്യനാണ് ബൈബിളിന് രൂപം നൽകിയിരുന്നെങ്കിൽ എഴുത്തുകാർ തങ്ങളുടെ തെറ്റുകളെ മൂടി വയ്ക്കുമായിരുന്നു. എന്നാൽ എഴുത്തുകാരുടെ തെറ്റുകളും ബൈബിൾ തുറന്ന് കാട്ടുന്നതുകൊണ്ട് ബൈബിൾ കേവലം മനുഷ്യകൃതിയല്ലെന്ന് മനസ്സിലാക്കാം. ശാസ്ത്രീയമായ ജ്ഞാനം തീരെ ഇല്ലാതിരുന്ന പൂർവ്വകാലങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ബൈബിളിൽ ആധുനിക ശാസ്ത്രത്തെ പോലും അമ്പരപ്പെടുത്തുന്ന ശാസ്ത്രീയ സത്യങ്ങൾ ഉണ്ടെന്നുള്ളതും സർവജ്ഞാനിയായ ദൈവത്തിന്റെ വെളിപ്പാടുകളാണ് ബൈബിൾ എന്ന് ഉള്ളതിന്റെ തെളിവാണ്. ആദ്യ പുസ്തകം എഴുതുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന മനുഷ്യോൽപത്തി, പ്രപഞ്ചോൽപത്തി തുടങ്ങിയവയും അവസാന പുസ്തകം എഴുതുന്നതിന് ശേഷം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് സംഭവിക്കേണ്ട ക്രിസ്തുവിന്റെ പുനരാഗമനം, ലോകാവസാനം, ദൈവരാജ്യം തുടങ്ങിയവയും കേവലം മനുഷ്യർ എഴുതിയത് അത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവവചനം ആയതുകൊണ്ടാണ്. ബൈബിൾ മാത്രമാണ് ദൈവവചനം എന്നെങ്ങനെ സമർത്ഥിക്കാം? ഇത്രമാത്രം ശാസ്ത്രത്തോടും ചരിത്രത്തോടും നിരക്കുന്ന ബൈബിൾ പഠിച്ചാൽ നാം അത്ഭുതപ്പെടും. പൂർവാപര വിരുദ്ധമായ പ്രസ്താവനകൾ ബൈബിളിലില്ല. ദിവ്യമായ ഗുണലക്ഷണങ്ങളോടുകൂടി ദൈവത്തെ കണ്ടെത്തിയവർക്കുണ്ടാകുന്ന ജീവിത പരിവർത്തനം ബൈബിളിന്റെ ദൈവിക ആധികാരിത്വത്തിന് തെളിവാണ്. ബൈബിളിലെ ധാർമ്മിക പ്രമാണങ്ങൾ നിസ്തുല്യമാണ്. ലോക സംസ്കാരത്തിനുമേൽ മറ്റേതൊരു ഗ്രന്ഥത്തെക്കാളും സ്വാധീനം ചെലുത്തുവാൻ ബൈബിളിന് കഴിഞ്ഞിട്ടുള്ളതും നോക്കിയാൽ ബൈബിൾ ദൈവവചനമെന്ന് കാണുവാൻ കഴിയും. അവസാനമായി ദൈവം മനുഷ്യാവതാരം ചെയ്യുന്ന ക്രിസ്തുവിനെ കുറിച്ച് പ്രവചനമായും ചരിത്രമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൽ മാത്രമാണ്. ബൈബിൾ പൂർണ്ണമാണോ? അതിലിനി ഒന്നും ചേർക്കുവാനില്ലേ? 66 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിൾ പൂർണ്ണമാണ്. ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടില്ലാത്ത തരത്തിൽ അത് പൂർണ്ണമാണെന്ന് ബൈബിൾ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ബൈബിൾ മനുഷ്യജീവിതത്തിന്റെ പ്രമാണമാണ്, അടിസ്ഥാനമാണ്. കാലാകാലങ്ങളിൽ അടിസ്ഥാനം വ്യത്യാസപ്പെടുത്താവുന്നതല്ല. യേശുക്രിസ്തു മൂലമുള്ള രക്ഷാമാർഗത്തിന്റെ പശ്ചാത്തലമാണ് പഴയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ 39 പുസ്തകങ്ങൾ. രക്ഷാമാർഗം ആവിർഭവിച്ചതിന്റെ ചരിത്രമാണ് പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങൾ. രക്ഷാസന്ദേശത്തിന്റെ പ്രചരണവും അപ്പോസ്തലന്മാരുടെ ജീവിത മാതൃകയുമാണ് അപ്പോസ്തല പ്രവർത്തികൾ. ക്രിസ്തുവിശ്വാസികൾ അനുസരിക്കേണ്ട ഉപദേശങ്ങളും ആചാരങ്ങളും 21 ലേഖനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിശ്വാസികളുടെയും അല്ലാത്തവരുടെയും ഭാവി പ്രവചനങ്ങളാണ് വെളിപ്പാട് പുസ്തകം. ലോകാവസാനം വരെയുള്ള സകല വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ബൈബിൾ പൂർണ്ണമാണ്. ബൈബിളിന്റെ അതുല്യതയ്ക്ക് ശ്രദ്ധേയമായ കാരണങ്ങൾ ഏതൊക്കെയാണ്? ബൈബിളിന്റെ അതുല്യതയെ എല്ലാവരും പൊതുവെ അംഗീകരിക്കുന്ന സ്ഥിതിക്ക് ബൈബിളിനെ കുറിച്ച് അതിൽ കുറവായി താങ്കൾ വിചാരിക്കുന്നുവെങ്കിൽ അത് അപ്രസക്തമാണെന്നേ വരൂ. കാരണം ബൈബിളിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥമില്ല എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, രാജാക്കന്മാർ മുതൽ കൃഷിവലന്മാർ വരെ ജീവിതത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട തികച്ചും വ്യത്യസ്തരായ 40 എഴുത്തുകാരാൽ ഏകദേശം 1500 വർഷങ്ങൾ കൊണ്ട് രചിക്കപ്പെട്ട വിശിഷ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. രണ്ടാമതായി,
പ്രധാനമായും ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ 3 ഭൂഖണ്ഡങ്ങളിൽ വെച്ചാണ് ബൈബിൾ എഴുതപ്പെട്ടിട്ടുള്ളത്. രാജകൊട്ടാരം, കാരാഗ്രഹം, മരുഭൂമികൾ, മലഞ്ചെരിവുകൾ എന്നിങ്ങനെ വിവിധ ഇടങ്ങളിൽ വെച്ചാണ് ഈ മഹത് ഗ്രന്ഥത്തിന്റെ വിവിധ ഭാഗങ്ങൾ എഴുതിയത്. മൂന്നാമതായി, യുദ്ധം, സങ്കടം, നിരാശ, ഉത്സവം, സന്തോഷം, സമാധാനം എന്നിങ്ങനെ ജീവിതത്തിന്റെ ആനുകൂലവും പ്രതികൂലവുമായ സന്ദർഭങ്ങളിൽ ആണ് എഴുത്തുകാർ ബൈബിൾ എഴുതിയത് എന്ന കാര്യം എത്രയും വിചിത്രമായി തോന്നാം. നാലാമതായി, എബ്രായ, ഗ്രീക്ക്, അരാമിക് എന്നീ വ്യത്യസ്തങ്ങളായ 3 ഭാഷകളിലാണ് ബൈബിളിന്റെ മൂലഗ്രന്ഥം എഴുതപ്പെട്ടിട്ടുള്ളത്. 5, പ്രസിദ്ധീകരണത്തിന്റെ കാര്യത്തിലും അനുവാചകരുടെ കാര്യത്തിലും ബൈബിൾ ഇതര ഗ്രന്ഥങ്ങളെ മുന്നിട്ട് നിൽക്കുന്നു. 6, ബൈബിളിനെ നശിപ്പിക്കുവാൻ പ്രത്യക്ഷമായും പരോക്ഷമായും പരിശ്രമിച്ചിട്ടുള്ളവർ വളരെയാണ്. റോമൻ ചക്രവർത്തിമാരുടെ കാലത്തും അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ബൈബിളിനെ തീയിലിട്ട് നശിപ്പിക്കുകയും നിയമം കൊണ്ട് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. എങ്കിലും എതിരാളികളുടെ ഇത്ര തീവ്രമായ ആക്രമണങ്ങളെ അതിജീവിക്കുവാൻ ബൈബിളിനെ പോലെ മറ്റൊരു ഗ്രന്ഥത്തിനും കഴിഞ്ഞിട്ടില്ല. ബൈബിൾ ദൈവനിശ്വസ്തമാണ് എന്ന് പറയാൻ കാരണമെന്ത്? അതിനർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു കൃതിയെക്കുറിച്ച് അത് വിശ്വാസയോഗ്യമാണ് എന്ന് പറയുവാൻ കഴിഞ്ഞാലും ആ കൃതി ദൈവനിശ്വസ്തമാണ് എന്ന് പറയാവതല്ല. പക്ഷേ ബൈബിൾ ദൈവനിശ്വസ്തമാണ്. കാരണം 1, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പരിശോധിച്ചാൽ പല എഴുത്തുകാരാണെങ്കിലും വൈവിധ്യമുള്ള നൂറുകണക്കിന് വിഷയങ്ങൾ യാതൊരുവിധ വൈരുദ്ധ്യമോ പൊരുത്തക്കേടുകളോ ഇല്ലാതെ എഴുതിയിരിക്കുന്നത് കാണാം. പല എഴുത്തുകാരാൽ പല സ്ഥലങ്ങളിൽ വിവിധ കാലയളവിൽ എഴുതപ്പെട്ടതിനാൽ ആശയങ്ങളുടെ ഐകരൂപ്യം ക്ഷിപ്രസാധ്യമല്ല. എഴുത്തുകാർ പലരായിരുന്നിട്ടും പല കാലയളവിൽ പല സ്ഥലത്ത് വെച്ച് എഴുതപ്പെട്ടിട്ടും ആശയങ്ങൾ യഥോചിതം ഐക്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ഇത് സ്വാഭാവികമായിട്ടോ യാദൃശ്ചികമായിട്ടോ സംഭവിച്ച കാര്യമല്ല. സ്വർഗസ്ഥനായ ദൈവം മനുഷ്യരെ കൊണ്ട് മനുഷ്യർക്ക് വേണ്ടി എഴുതിച്ച ദൈവത്തിന്റെ വചനമാണ് വിശുദ്ധ ബൈബിൾ എന്നാണ് ഇക്കാര്യം തെളിയിക്കുന്നത്. 2, ബൈബിൾ നിശ്വസ്തമാണെങ്കിൽ ബൈബിൾ തന്നെ അക്കാര്യം തെളിയിക്കട്ടെ. വെറുതെ ഒരു അവകാശവാദം മുഴക്കിയിട്ട് കാര്യമില്ലല്ലോ. യിരെമ്യാവിനുണ്ടായ ദൈവത്തിന്റെ അരുളപ്പാട്, യിരെമ്യാവ് 1:12, 13:1, 14:1 ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ബൈബിളിൽ ഉടനീളം കാണാം. 2 പത്രോസ് 1:20-21 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യമേ തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. 2 തിമോത്തിയോസ് 3:14-17 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ബൈബിളിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കൂടെ ഇതിനോടനുബന്ധിച്ച് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ബൈബിൾ ഗിന്നസ് ബുക്കിൽ മെഷീൻ ഉപയോഗിച്ച് അച്ചടിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ആണ് ബൈബിൾ. അങ്ങനെ അച്ചടിച്ച് ഇന്നും അവശേഷിക്കുന്ന 21 ഗുട്ടൻബർഗ് ബൈബിളുകളിൽ 1 വിറ്റഴിക്കപ്പെട്ടതിലേക്കും വിലയുള്ള ഗ്രന്ഥമാണ്. അതിന് 1978 ലേലത്തിൽ 12,65,000 പൗണ്ട് ലഭിക്കുകയുണ്ടായി. ലോകത്തിൽ ഏറ്റവും അധികം കോപ്പികൾ വിതരണം ചെയ്യപ്പെട്ട ബൈബിൾ 1815-നും 1975-നും ഇടയിൽ 250 കോടി കോപ്പികൾ വിതരണം ചെയ്തു. ബൈബിൾ ഒരു അത്ഭുത ഗ്രന്ഥം തന്നെ. 2000-ലധികം ഭാഷകളിലേക്ക് വേദപുസ്തകം തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബൈബിളിനുള്ള അതുല്യ ബഹുമതികൾ അതിൻ്റെ പുരോഗതിക്ക് നിദർശനമാണ്. ബൈബിൾ ലോകത്തിൽ ആദ്യമായി തർജ്ജിമ ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ്. ബൈബിൾ ലോകത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ബൈബിൾ ചന്ദ്രനിൽ ആദ്യമായി കൊണ്ടുപോകപ്പെട്ട ഗ്രന്ഥമാണ്. ബൈബിൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥവുമാണ്. ബൈബിൾ ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. ബൈബിൾ ഏറ്റവും വിലക്കുറവിന് ലഭിക്കുന്ന ഗ്രന്ഥം. ബൈബിൾ ഏറ്റവും അധികം സംഖ്യയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഗ്രന്ഥം. ഗുട്ടൻബർഗ് ബൈബിൾ $1,65,00,000. ബൈബിൾ ഏറ്റവും വലിയതും ഏറ്റവും ചെറിയതുമായ ഗ്രന്ഥമാണ്. ബൈബിൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമാണ്. ബൈബിൾ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഗ്രന്ഥമാണ്. ബൈബിളാണ് ലോകത്തിൽ എവിടെയും സുലഭമായിരിക്കുന്ന ഏക ഗ്രന്ഥം. ബൈബിൾ ഏറ്റവും കൂടുതൽ ആളുകളെ രൂപാന്തരപ്പെടുത്തിയ ഗ്രന്ഥവുമാണ്. മാത്രവുമല്ല, മിഷണറിമാരെ പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവിൻ്റെ മിഷണറിമാരെയാണ് ഞങ്ങൾക്ക് ആവശ്യം.
അത്തരക്കാർ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ഭാരതത്തിലേക്ക് വരട്ടെ. ക്രിസ്തുവിന്റെ ജീവിതം കൊണ്ടുവരിക. അത് സമുദായ ഹൃദയത്തിൽ തന്നെ വ്യാപരിക്കട്ടെ. ഭാരതത്തിന്റെ ഏത് ഗ്രാമത്തിലും ഏത് കോണിലും അവിടുന്ന് ഉപദേശിക്കട്ടെ എന്ന് സ്വാമി വിവേകാനന്ദൻ വിദേശത്തെ ക്രൈസ്തവ സമൂഹത്തോട് ആവശ്യപ്പെട്ടു. ക്രിസ്തു ദർശനത്തോട് ഇന്ത്യ എതിരല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇരുളടഞ്ഞ രാജ്യമാണ് ഇന്ത്യ എന്ന് പ്രചരിപ്പിക്കുന്നതിനെ അദ്ദേഹം വിമർശിച്ചു. നിങ്ങൾ ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങുക എന്നാണ് അമേരിക്കയിലെ ക്രിസ്ത്യാനികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7ാം ഭാഗം 1963 പ്രിന്റ് ചെയ്തത്. പേജ് 439. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ. വഷളായി നടക്കും ജനം, ദൈവമാരെന്നറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ. വഷളായി നടക്കും ജനം, ദൈവമാരെന്നറിയുന്നില്ല. തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ. എൻ ജനമറിയുന്നില്ല. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ. എൻ ജനമറിയുന്നില്ല. ആകാശത്തിൻ പേരുഞ്ഞാറയും കൊക്കും ഈവൽ പക്ഷിയും അവർ തന്റെ കാലമറിയും. എൻ ജനം അറിയുന്നില്ല. ആകാശത്തിൻ പേരുഞ്ഞാറയും കൊക്കും ഈവൽ പക്ഷിയും അവർ തന്റെ കാലമറിയും.
എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. അവരെന്നോടു മത്സരിക്കുന്നു. അവരെന്നോടു മത്സരിക്കുന്നു.